ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയൻ ഇലയും എടുത്തുകൊണ്ട് പോകുന്നത് നോക്കി നമ്മുടെ ബാലൻ ഒരു നിമിഷത്തേക്ക് അവിടെ സങ്കടത്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് എന്നും ഞാൻ ഇറങ്ങിക്കോട്ടേടാ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ ദേ ശിവന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇത്തിരി നേരം കൂടി ഇരുന്നിട്ട് പോകാൻ വല്ലേട്ടാന്നും പറഞ്ഞുകൊണ്ട് ശിവൻ പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ വണക്കം പെരിയണ്ണാന്നും പറഞ്ഞ് കൺമണി വന്നു. നിങ്ങൾ രണ്ടുപേരും എന്നും ശിവന് തുണയായിട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ എന്ന് ബാലൻ പറയാം. അപ്പോൾ അതിനൊരു സംശയം വേണ്ട ബാലൻ സാറേ എന്ന് നമ്മുടെ ഇക്കായും പറയും. ശരിയെന്നാ ഞാൻ ഇറങ്ങുകയാണേ. ഊണ് സൂപ്പറാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ശിവനോട് ബാലൻ. അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു നമ്മുടെ ശിവൻ. എന്നാൽ നിങ്ങളുടെ ജോലി നടക്കട്ടെ എന്നും പറഞ്ഞ് ബാലൻ പോകാനായിട്ട് ഇറങ്ങണം. അപ്പോഴേക്കും എന്തേ നമ്മുടെ ശിവൻ കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ കൗണ്ടറിൻ്റെ അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടേക്കൊന്ന് നോക്കി ബാലൻ നോക്കി. നിനക്കിപ്പോൾ സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ലല്ലോ ശിവ? ഇല്ല വല്യേട്ടാ. എല്ലാത്തിനും ഒരു കണക്ക് വേണമെന്ന് ബാലൻ പറഞ്ഞു കൊടുക്കണം. അന്നന്നത്തെ വരുവൽ ചിലവ് കണക്കുകൾ അന്നന്ന് തന്നെ എഴുതി ക്ലോസ് ചെയ്യാനൊന്നും മറന്നു പോകരുതെന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ അല്ലേട്ടാ എന്ന് പറഞ്ഞു. ഓക്കെ, അഞ്ചു തന്നെയാണ് ചെയ്യുന്നത്. അതേതായാലും നന്നായി. പിന്നെ ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവുക. ഇനിയിപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും വേണം. അതിന് വേണ്ടുന്ന ചിലവുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ. അതിന് വേണ്ടുന്ന ചിലവും കാര്യങ്ങളും നോക്കി എല്ലാം സേവിങ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സേവിങ്സ് മുഴുവൻ വല്യേടത്തിയുടെ കയ്യിലാണ്, എന്നാലും അത് ഭദ്രമാണെന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ശിവൻ പറയുമ്പം ശരിയെന്നാ ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞു ബാലൻ പോകാനായിട്ട് ഇറങ്ങി. എന്നിട്ട് നീ ആ ക്യാഷ് കൗണ്ടറിലൊന്ന് കയറി ഇരിക്കാൻ പറഞ്ഞു. അയ്യോ ഞാൻ ഇരുന്നോളാം വല്യേട്ടാന്ന് പറഞ്ഞപ്പം ഇരുന്നേടാ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ശിവനെ അവിടെ പിടിച്ചിരുത്തി. ശിവൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ബാലൻ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കി കണ്ണ് നിറച്ചിങ്ങനെ നിൽക്കും. നീ വല്യേട്ടന് എന്താ പറ്റിയെന്ന് ചോദിച്ചു ശിവൻ. എന്നെ യാത്രയാക്കാനൊന്നും നീ വരണ്ട, നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഏട്ടൻ പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് പോവുക. ശിവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ നിറഞ്ഞ കണ്ണുകളോടുകൂടി നമ്മുടെ ശിവനെ നോക്കി ബാലൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടും കുറച്ചങ്ങ് മാറി നിന്ന് ആ കട ഇങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. ശിവൻ നേരത്തേക്കും കോള് വന്നു. അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ശിവൻ ഇങ്ങനെ പിന്നെ തിരക്കിലേക്കായി. ബാലൻ ഇങ്ങനെ ആ കണ്ണും തുടച്ച് ബൈക്കിൽ വന്നിരുന്ന് കുറേ നേരം വീണ്ടും കടയിലേക്ക് തന്നെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുകയും ചെയ്തു. അങ്ങനെ ബാലൻ അവിടെ നിന്ന് പോണു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കണ്ണനെയാട്ടോ. കണ്ണൻ ഇങ്ങനെ ഉമ്മറത്തിരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഓട്ടോ വരുന്നത്. ഈ ഓട്ടോയിൽ ആരാണെന്ന് നോക്കി ഇങ്ങനെ നോക്കുമ്പോഴേക്കുമാണ് ജയന്തി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത്. ജയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞ് കണ്ണൻ ഇരിക്കുന്നു. എന്നും പറഞ്ഞോട്ട് ജയന്തി കയറി വന്നു. എടാ കണ്ണാ, എന്തൊക്കെയുണ്ടടാ? നിന്നെ കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. എന്നെ കാണാനോ? നീ ചെന്നൈയിൽ എന്തോ കമ്പനി തുടങ്ങാൻ പോവാണെന്നൊക്കെ അറിഞ്ഞു. നേരാണോടാ കണ്ണാ? ഇതോ ജയന്തി അടുത്ത് എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിയാനാണോ വഴി? സാന്ത്വനം കുടുംബത്തിൽ ഒരു ഈച്ച പറഞ്ഞാൽ അത് ഞാൻ അറിയും എന്ന് നിനക്ക് അറിഞ്ഞൂടെ കണ്ണാന്ന് ചോദിച്ചു. അല്ല എന്നിട്ട് എന്തായി? നീ ചോദിച്ച കാശിൻ്റെ കാര്യമൊക്കെ ശരിയായോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ജയന്തി നോക്കുമ്പോൾ കണ്ണൻ ഇങ്ങനെ നോക്കുക. അപ്പം നീ എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു. ഒക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. ഇതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് കണ്ണ. ഇങ്ങനെ വേണം ആൺകുട്ടികളായാലും. നീ എന്തായാലും പഴയതുപോലെ വെറും വിടുവായനായിട്ടല്ല തിരിച്ചു വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. ചോദിക്കാനുള്ളതേ ചോദിച്ചു വാങ്ങിച്ചെടുക്കാനുള്ള ചങ്കൂറ്റുണ്ടായല്ലോ, അതും ബാലേട്ടനോട്. എനിക്കതങ്ങ് ഇഷ്ടമായെന്നും പറഞ്ഞുകൊണ്ട് ഒരു പിച്ചും കൂടെ അങ്ങ് വെച്ചു കൊടുത്തു. എന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ടാൽ നിൽക്കുക. ചെന്നൈയിൽ നീ എന്ത് കമ്പനി തുടങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം ഈ മെഷീൻ പാർട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്നും 10-60 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് ആണെന്നും പറഞ്ഞു. 60 ലക്ഷം രൂപ മുടക്കി തുടങ്ങുന്ന കമ്പനിയോ? ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 4 പേര് പാർട്ട്ണർഷിപ്പിലാണെന്ന് പറഞ്ഞു കണ്ണൻ. മനസ്സിലായി. അങ്ങനെയാണെങ്കിലേ സേതുവേട്ടനും കൂടി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിർത്തിക്കൂടെയെന്ന് ചോദിച്ചു. പാർട്ട്ണറായിട്ടോ? അയ്യോ അല്ല, പാർട്ട്ണറായിട്ടല്ല. ഒത്തിരിയൊന്നും മുടക്കാനുള്ള കാശ് സേതുവേട്ടൻ്റെ കയ്യിലില്ലെന്ന് നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അറിയാം. അവിടെ വല്ല മാനേജറായിട്ടോ അല്ലെങ്കിൽ ഈ സൂപ്പർവൈസറൊക്കെ ആയിട്ട് ആൾക്കാർ ആവശ്യം വരുമല്ലോ. എന്തായാലും കമ്പനി തുടങ്ങട്ടെ. ഇപ്പോൾ സേതുവേട്ടൻ ബോംബെ തന്നെയാണോ? ബോംബെ എന്നൊക്കെ പോന്നേരം നാളെ എത്രയാടാ? ഇനി ബോംബേക്കില്ല എന്നും പറഞ്ഞ് നാട്ടിൽ തന്നെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഒന്നും ശരിയാകാതെ വന്നപ്പോഴേ ബോംബെയിൽ കൂടെ ജോലി ചെയ്ത് തരുന്ന ആൾ വിളിച്ചിട്ടേ ഇപ്പോൾ ബാംഗ്ലൂരിലൊരു കമ്പനിയിലെങ്ങാണ്ട് ചെന്നിരിക്കുക. നമ്മുടെ വിചാരിച്ചത്ര ശമ്പളമൊന്നും ഇല്ലെന്നാ പറഞ്ഞ്. പാവം, എന്ത് ചെയ്യാനാടാ? അല്ല ജയന്തടുത്ത് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പം അതിനൊന്നും അല്ല, അത്യാവശ്യമായിട്ടേ എന്നെ കാണുമെന്നും പറഞ്ഞ് ദേവി വിളിച്ചിട്ട് വന്നതാ. അതെന്തായിരിക്കുന്നു കണ്ണൻ? എന്താടാ കണ്ണാ, ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമോ? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അല്ല, ആദ്യമായിട്ടാ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ദേവിയായിട്ട് എന്നെ വിളിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായാലും ഞാൻ പോയി ദേവിയെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജയന്തി അകത്തേക്ക് പോകുമ്പോൾ ദേവിയെടുത്തി വല്ലയിടത്തി വിളിച്ചെന്നോ? അതവർ നേര് പറഞ്ഞത് തന്നെ ആയിരിക്കോ? അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ എന്ന് കണ്ണനിരുന്ന് ചിന്തിക്കുന്നു. അപ്പോഴേക്കും ദേവി എന്ന് വിളിച്ച് അകത്തേക്ക് ജയന്തി കയറി ചെന്നു. അപ്പോൾ അങ്ങനെ ഇവളിത് എവിടെ പോയി
ദേവി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് അകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും ദേവി ഇറങ്ങി വന്നു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ദേവി അത്യാവശ്യമായിട്ട് എന്നെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്? അതൊക്കെ ഉണ്ട് ജയന്തരുത്തി വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി വിളിച്ചുകൊണ്ട് പോയി ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ നിർത്തി മൂടി വെച്ചിരിക്കുന്ന കുറേ പലഹാരപാത്രം അങ്ങ് കാണിച്ചു കൊടുത്തു. ഇത് തുറന്ന് കാണിച്ചിട്ട് ജയന്തിയെ നോക്കിയൊന്ന് ചിരിച്ചു. അല്ല, ഇതൊക്കെ എന്തിനാ നീ എന്നെ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നേ? അപ്പം ജയന്തിയടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു ദേവി എന്നും പറഞ്ഞ് ചിരിച്ച് ജയന്തി അവിടെ ഇരുന്നു. ഇത് ജയന്തിയടുത്ത് കാണിക്കാൻ വേണ്ടി വെച്ചതല്ല കേട്ടോ, ഇത് ജയന്തിയടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അഞ്ചു വന്നു. അല്ല, ഇത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചപ്പം ഇത് മാത്രമല്ല, വേറൊരു ഗിഫ്റ്റ് കൂടി കരുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അകത്തേക്ക് പോവുക. ദേവി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും അഞ്ചുവും ജയന്തിയും കൂടെ ഇങ്ങനെ നിൽക്കല്ലേ. ഇതെന്തുവാടി അഞ്ചു ഞാൻ ഈ കാണുന്നതെന്ന് ചോദിച്ചു. അന്നേരം അഞ്ജുവിനോട്, എന്നെ കണ്ടാൽ ചതുർത്ഥിയായിരുന്നല്ലോ ദേവിക്ക്, ഇപ്പം ഇതെന്ത് പറ്റി? ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടേ എന്നെ വിളിച്ചിരുത്തി മധുരപലഹാരങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടേ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. എന്താടി ഇത്? എന്തെങ്കിലും സംഭവിച്ചോടി ഇവിടെ? അതുമാത്രമല്ല ഇനിയും എന്തോ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഞ്ചു ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്നാണ് കൈ നിറച്ച് കുറേ സാരികളൊക്കെ ആയിട്ട് നമ്മുടെ ദേവി ഇങ്ങ് വരുന്നത്. ആ കവർ എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ജയന്തിയുടെ മുന്നിലേക്ക് വെച്ചു. ഇതൊക്കെ ഞാൻ ഇന്നേ വരെ ഉടുക്കാത്ത സാരികളാണെന്നും ഇത് ജയന്തി അടുത്തേക്ക് എൻ്റെ വക ഗിഫ്റ്റായിട്ട് ഞാൻ തരികയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേഗം ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി ഇങ്ങ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് ദേഹത്തേക്കൊക്കെ വെച്ച് നോക്കുക. കൊള്ള അടിപൊളിയാണെന്നും പറഞ്ഞുകൊണ്ട്. നല്ലതാണല്ലോ, അയ്യോ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി, നല്ലതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ഇതെല്ലാം എനിക്ക് വേണ്ടി കരുതി വെച്ചതാണോ ദേവി? അതെന്ന് ഞാൻ പറഞ്ഞല്ലോ ജയന്തി. അയ്യോ നല്ല ലഞ്ച് നല്ല ലെഡി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ദേവി പോകും. ശരിയുടെ കൂട്ടാ ചെല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറഞ്ഞു വിടുക കേട്ടോ ജയന്തി. എന്നിട്ട് ഇങ്ങനെ സാരി എടുത്ത് മൊത്തക്കൂടെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട്, എൻ്റെ ദൈവമേ എടി അഞ്ചു ഇതൊക്കെ സത്യം തന്നെയാണോ? അത് ഞാൻ സ്വപ്നം വല്ലതും കാണുവാണോ? അയ്യോ എടി എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജുവിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോഴേക്കും അഞ്ജു ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ലഡു ഒക്കെ എടുത്ത് ജയന്തി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജുവിനോട് ഈ പലഹാരങ്ങളിലൊക്കെ കൂടോത്രം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ജയന്തേച്ചിയോട് അങ്ങനെയൊന്നും ദേവേച്ചി ചെയ്യില്ലെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു അഞ്ജു. പിന്നെ ചിലപ്പോൾ ദേവേച്ചിക്ക് മുൻപ് സേതുവേട്ടൻ്റെ തറവാടിൻ്റെ പകുതി സ്വത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ. അപ്പം ചിലപ്പോൾ ഇനി അത് ചോദിക്കാനാണെങ്കിലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും വിളിച്ചു വരുത്തിയത്. അതിനായിരിക്കും ഈ സാരി ഗിഫ്റ്റും പലഹാര സൽക്കാരം ഒക്കെ എന്ന് പറയുമ്പോൾ നീ പോടിയൊന്ന്, നീ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. അങ്ങനെ വല്ലതും കാര്യം നടക്കുന്നു ഓർത്തിട്ടാണോ? അത് വല്ലതും ആണെങ്കിലേ ഞാനങ്ങ് ചോദിക്കും, ദേവിയുടെ ബുദ്ധിക്ക് വല്ലതും സംഭവിച്ചോ, തലയ്ക്ക് വല്ല തകരാറും പറ്റുമോന്ന്. കേട്ടോ, ഇതായിരുന്നല്ലേ അപ്പം മനസ്സിലിരിപ്പോൾ? അവൾ ചായ കൊണ്ട് ഇങ്ങ് പോരട്ടെ, ഇതെല്ലാം കൂടെ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയും ഞാൻ എന്നും പറഞ്ഞ് ജയന്തി ഇരിക്കുന്നു. തറവാട്ട് വക സ്വത്തിനെ സേതുവേട്ടനോട് എന്നെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാൻ അവൾ കണ്ട വഴികൊള്ളാം, കുറേ റെക്കമെൻഡ് ചെയ്യും ഞാനെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം. സേതുവേട്ടൻ്റെ ഇപ്പോഴത്തെ ഫോൺ നമ്പർ പോലും ഞാൻ കൊടുക്കില്ല കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയന്തി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുശുമ്പും കുന്നാമയുണ്ട്. എന്നാലും ഈ സാരി ഒന്നും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുന്നുമില്ലല്ലോടി അഞ്ചോ എന്നും പറഞ്ഞിരിക്കുമ്പം എൻ്റെ ജയന്തേച്ചി ഇപ്പോൾ ഒന്നും തിരിച്ചു കൊടുക്കാനോ എതിർത്ത് എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ട. പറഞ്ഞാലേ അത് എനിക്ക് ദോഷമാകുമെന്ന് പറഞ്ഞു. അപ്പം നിനക്കെന്ത് ദോഷം വരാൻ? അല്ല, ഞാനാണ് ജയന്തേച്ചിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞെന്ന് ദേവേച്ചിക്ക് മനസ്സിലാവില്ലേ എന്നിങ്ങനെ അഞ്ചു ചോദിക്കുക. അത് ശരിയാണല്ലോ. അതുകൊണ്ടേ തൽക്കാലം ഒരു ഉടക്കിനൊന്നും ജയന്തേച്ചി നിൽക്കണ്ട കേട്ടോ. ശരി, കിട്ടിയതും കൊണ്ട് സ്ഥലം വിടാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ചു ഇങ്ങനെ ജയന്തി അവിടെ നിന്ന് ഓടിച്ചു വിടാൻ നോക്കുക. അപ്പോഴേക്കും നിനക്കെന്താടി എന്നെ ഓടിച്ചു വിടാൻ ഇത്ര ആവേശം? അല്ല, വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അഞ്ചു ഇങ്ങനെ കിടന്ന് തെത്തിത്താ കളിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വന്നു. ചായയും കൊണ്ട് വന്ന് ചായ കൊടുക്കുക. അപ്പോൾ സാരിയൊക്കെ ജയന്തിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മുഖം ഇങ്ങനെ എന്നും പറഞ്ഞിരിക്കുമല്ലേ, ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ ജയന്തിയുടെ ഭാവം മാറിയപ്പോഴേക്കും അഞ്ചു ഇങ്ങനെ നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അഞ്ചു ദേവി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. എന്നാലും ദേവിക്ക് എന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം ചായ കുടിക്കുക ജയന്തി എടുത്തിയെന്ന് പറഞ്ഞു. ഞാൻ കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സാരി എല്ലാം കൂടെ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഞാൻ മടക്കാമെന്നും പറഞ്ഞ് ദേവി മേടിച്ചതെല്ലാം മടക്കി എടുത്ത് വെക്കുക. കൂടത്തിൽ അഞ്ചും കൂടി. അപ്പോഴേക്കും നമ്മുടെ ജയന്തി ആ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു. ചായ ഇങ്ങനെ ചൂട് ചായ ഊതുപോലും ചെയ്ത് വാരി വാരി കുടിച്ചിട്ടാണ് അങ്ങ് പോണത്. അങ്ങനെ വേഗം ചായ കുടിച്ചിട്ട് പോകാൻ ഇറങ്ങുന്നു. സമയത്ത് ഈ കയ്യിലുണ്ടായിരുന്ന കവറങ്ങ് തട്ടിപ്പറിച്ച് മേടിക്കണം. അങ്ങനെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ദേവി എന്നും പറഞ്ഞ് ഇങ്ങനെ പോകണം. അപ്പോഴേക്കും ഇതെന്താ ഇത്ര ധൃതി പിടിക്കുന്നേ? അപ്പം അഞ്ചു ഞാൻ ഇറങ്ങട്ടെ അടി, പോയിട്ടെ ഇച്ചിരി ധൃതി ഉണ്ടേ. അപ്പം ജയന്തേച്ചി പേഴ്സ് എന്നാന്നും പറഞ്ഞുകൊണ്ട് അഞ്ച് പേഴ്സൊക്കെ എടുത്ത് കൊടുത്തു.
അങ്ങനെ ദേ നമ്മുടെ ജയന്തി ഓടിക്കതച്ച് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോഴേക്കും അഞ്ചു അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് ദേ നമ്മുടെ ദേവി ഇങ്ങനെ അഞ്ജുവിനെ നോക്കുക. അപ്പം നീ എന്തിനാ അഞ്ജു ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചു. ഇനി അടുത്തെങ്ങും ഈ വഴിക്ക് ജയന്തേച്ചി വരില്ല എന്ന് പറഞ്ഞു. അതെന്താടി? അതല്ല, ദേവേച്ചി എന്തിനാ ജയന്തേടത്തെ വിളിച്ചു വരുത്തി ഇത്രയും നല്ല സാരിയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്ന് ചോദിച്ചു. ആ, ഞാനതൊന്നും ഉടുക്കാറില്ലല്ലോടി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. സേതുവേട്ടനാണെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നും ശരിയായിട്ടില്ലെന്നാണ് കേട്ടത്, അതുകൊണ്ടാ. പിന്നെ എന്നാൽ പിന്നെ ജയന്തേച്ചിക്ക് ആ സാരി അങ്ങ് കൊടുത്തേക്കാന്ന് കരുതിയെന്ന് പറഞ്ഞപ്പോൾ എന്നാലേ ജയന്തേച്ചിക്ക് ദേവേച്ചിയുടെ നല്ല മനസ്സോ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തെങ്കിലും പാര വയ്ക്കാൻ വേണ്ടി കൊടുത്തതാണോ, പലഹാരത്തിൽ എങ്ങാനും വില കൂടോത്രവും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഭയങ്കര സംശയമാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞേക്കോ ദേവി. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു തറവാട്ടിൽ നിന്ന് ദേവേച്ചിയുടെ സ്വത്ത് ചോദിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന്, വിളിച്ചു വരുത്തിയതാണെന്ന്. അപ്പോൾ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയതെന്ന് ചോദിച്ചു. പിന്നെ അവരാ രീതിയിൽ പറയുമ്പം ഇത്രയെങ്കിലും പറയണ്ടേ? ഇനി ഒന്നും അറിഞ്ഞതായിട്ട് ദേവിച്ച് നടിക്കണ്ട കേട്ടോ, ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ അങ്ങ് നിന്നാൽ മതി. കിട്ടിയതും കൊണ്ട് സ്ഥലം വിട്ടോളം ഞാനാ പറഞ്ഞതെന്നും പറഞ്ഞ് അഞ്ചു നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. അതാ ഒരളിഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയത്. ഇനി എന്തായാലും അടുത്തെങ്ങും ഈ വഴിക്ക് ഇനി അവരെ പ്രതീക്ഷിക്കേണ്ടെന്ന് നമ്മുടെ അഞ്ചു പറഞ്ഞ് ചിരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ദേ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ദേവി കുറേ ജോലികളൊക്കെ ഇങ്ങനെ തീർത്തു വയ്ക്കുന്നു. അപ്പോഴേക്കും അഞ്ചു അങ്ങോട്ടേക്ക് വന്നു. അഞ്ചു വന്നു കഴിഞ്ഞപ്പോൾ ദേവി തിരക്കിട്ട് ജോലിയില്ല. വേഗം അടുത്തേക്ക് വന്നപ്പോൾ ഇതെന്താ ദേവേച്ചി ഉണ്ടാക്കണേന്ന് ചോദിച്ചു. ഇത് അച്ചാറ് ദേ വലിയേട്ടൻ കടയിൽ ചെന്നായിരുന്നു എന്ന്. ആണോ? ആ അതേന്നേ, ചെന്ന് ശിവേട്ടനോട് ഊണ് ചോദിച്ചെന്ന്. ശിവേട്ടൻ തന്നെ ഊണ് വിളമ്പി കൊടുത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് ശിവേട്ടൻ ക്യാഷ് കൗണ്ടറിൽ ചെയറിൽ ഇരിക്കുന്നത് കാണുമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ചെയറിലേക്ക് ഇരുത്തിയെന്ന്. അത് കണ്ടിട്ടാ അത്രേ കടയിൽ നിന്ന് പോകുന്നത്. ഇതൊക്കെ കേട്ട് ദേവിയുടെ മുഖം അങ്ങ് വാടി കേട്ടോ. ഉച്ചയൂണിൻ്റെ നേരത്ത് കാണാതായപ്പോഴേ എനിക്ക് തോന്നി പുറത്തുനിന്ന് എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ച് കാണുമെന്ന്. വലിയേട്ടൻ അങ്ങനെ പുറത്തുനിന്നൊന്നും ഊണ് കഴിക്കാത്തതാണല്ലോ എന്ന് അഞ്ചു ചോദിച്ചേ. ആ, പുറത്തുനിന്നാണെങ്കിൽ ചായയോ വല്ലോ വടയോ മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് ദേവി അന്നേരം പറയാം. ഇന്നിപ്പോൾ ശിവൻ്റെ ഊട്ടുപുരയിൽ നിന്നായതുകൊണ്ടായിരിക്കും ഊണ് കഴിച്ചതെന്ന് പറയുമ്പം ആ പിന്നെ ഒരു കുഞ്ഞു ജനിക്കാൻ പോണതാ, കാശൊക്കെ സ്വരൂപിച്ച് വെക്കണമെന്ന് പറഞ്ഞത്രയെന്നുള്ള കാര്യവും അഞ്ജുദേവിയോട് പറയണം. ആ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ശിവൻ്റെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ബുക്ക് ഞാൻ നിൻ്റെ അടുത്ത് തന്നേക്കാമെന്ന് പറഞ്ഞു. ഇനി അതൊക്കെ നീ വേണം സൂക്ഷിക്കാനെന്ന് പറഞ്ഞപ്പം അതെന്തിനാ എൻ്റെ അടുത്ത് തരുന്നേ? അതൊക്കെ ദേവേച്ചി തന്നെ സൂക്ഷിച്ചാൽ മതി എന്ന് അഞ്ചു. അത് കേട്ടപ്പോൾ ദേവി ചിരിച്ചു. എന്നിട്ട് വീണ്ടും അച്ചാർ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതെന്തിനാ ഇത്രയും കൂടുതൽ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാ ദേവത്തി? പിന്നെ അടുത്ത ദിവസമൊന്നും വലിയ സദ്യയുടെ ഓർഡറൊന്നും ഇല്ലല്ലോ. അപ്പം ഇരിക്കട്ടെ, സമയം കിട്ടിയപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അച്ചാറല്ലേ, ഇരിക്കും തോറും നന്നാവത്തേ ഉള്ളൂ എന്ന് ദേവി. പിന്നെ ഇപ്പം ദേവൂട്ടിയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ടാത്തത് കൊണ്ട് സമയം പോകാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്നും ദേവി പറയുക. അല്ലെങ്കിലും ദേവൂട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്ന് അപ്പോൾ പറഞ്ഞതിന് ശേഷം ദേവേച്ചിക്ക് ആകെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അഞ്ചു പറഞ്ഞു. അപ്പം എനിക്കോ? ആ അതെ, ദേവേച്ചിക്ക് തന്നെ. ഏയ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നത് അഞ്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒന്നുമല്ല. ദേവേച്ചിയെ ഞാൻ ഇന്നോ ഇന്നലെയോ തൊട്ട് കാണാൻ തുടങ്ങിയതൊന്നും അല്ലല്ലോ. നീ ഇനി എനിക്കെന്തോ മാറ്റമുണ്ടെന്നും അത് ദേവൂട്ടിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടരുതെന്ന് അപ്പോൾ പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവളോട് വെറുതെ വഴക്കിനൊന്നും ചെന്നേക്കരുതെന്ന് പറഞ്ഞു ദേവി. ഞാനിതിന് അവളോട് വഴക്കിന് പോണേ? എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് അഞ്ചു. പക്ഷേ അപ്പൂൻ്റെ അഹങ്കാരത്തിനുള്ള ആ ഒരു തിരിച്ചടി കൊടുക്കണം. എന്നല്ലെങ്കിൽ നാളെ ഈ കാണിച്ചു കൂട്ടിയതിനൊക്കെ ദേവേച്ചൊരു ക്ഷമ പറയാൻ അവൾ വരും. അതിനൊരു മാറ്റമില്ല. അപ്പോൾ എനിക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ട്, ഞാൻ ചോദിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പേരിൽ ഈ കുടുംബത്തിലൊരു വാക്ക് തർക്കമോ പ്രശ്നമോ ഒന്നും പാടില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ല അഞ്ചു. ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന് പറയുന്നു. അവൾ കാണിച്ചതൊക്കെ അത് അവളുടേതായ ശരികളാണെന്ന് പറഞ്ഞപ്പം ഇത് തന്നെയാണ് കുഴപ്പം. അവൾ എന്ത് കാണിച്ചാലും ഇതെല്ലാം അവളുടെ ശരിയാണെന്നും പറഞ്ഞ് നിങ്ങളൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ട് അവളിങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈയും കൂട്ടിയടിച്ചാൽ ശബ്ദം ഉണ്ടാവത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ട, അതിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു ദേവി. അല്ല, ഞാനൊന്ന് പറയട്ടെ ദേവേച്ചി. വേണ്ട, നീ ഒന്നും പറയണ്ടെന്നും പറഞ്ഞു ദേവി തൽക്കാലം ഈ അച്ചാർ നിറച്ച ജാറുകളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ പറഞ്ഞു. പിന്നെ ഈ വലിയ പാത്രമൊന്നും എടുത്ത് പൊക്കാൻ ശ്രമിക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് നമ്മുടെ ദേവി അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി. ശിവൻ കടയിൽ നിന്ന് വന്നു. അഞ്ചു ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അപ്പോൾ ദേവി ഇതൊക്കെ വിളമ്പി കൊടുക്കുന്നു. അപ്പോഴേക്കും കണ്ണൻ കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. കണ്ണൻ പോയി കൈ കഴുകിയിട്ട് വരുന്നത് നോക്കി ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ആരോടും ഒന്നും മിണ്ടുന്നില്ല. കണ്ണനാണെങ്കിൽ ഏതോ അന്യ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇരിക്കുന്നു. കഴിക്കാനായിട്ട് ആരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. കണ്ണ,
ഇവിടെ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അത്താഴത്തിൻ്റെ മുന്നിൽ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകരുതെന്ന് ദേവി കണ്ണനോട് പറയാം. അത് കേട്ടപ്പോഴേക്കും ഇവർ ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ദേവി അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഇവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷേ ദേവി പറഞ്ഞ ഓരോ കാര്യങ്ങളും എല്ലാവരും അംഗീകരിക്കുകയാണ്. അങ്ങനെ ദേവി പറഞ്ഞ കാര്യങ്ങളും ബാലൻ ചെയ്ത കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞു വെച്ച് നമ്മുടെ ബാലനും ദേവിയും ജീവൻ അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ച രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും ആരോരുമില്ലാത്ത ബാലനും ദേവിയും ഈ ജീവൻ അവസാനിപ്പിക്കുമ്പോൾ എന്താകും ഇവരുടെയൊക്കെ പ്രതികരണമെന്നുള്ളതൊക്കെ കണ്ണീരിൽ നിറഞ്ഞ ഒരു കാഴ്ചയായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണുക. എപ്പിസോഡ് വീണ്ടും വീണ്ടും വളരെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.